ഈ ഒരു ഫാം വില്ലയുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. എന്നിട്ടും ഇത്രയും സമയം എടുത്തു ഒന്ന് അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷെ സംഭവം എന്തായാലും കിടിലൻ തന്നെയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്ന് വെച്ച് വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. കുട്ടികളായിരിക്കും കുറച്ചുകൂടെ കൂടുതലൊന്ന് എൻജോയ് ചെയ്യുക. കാരണം ഈ കുഞ്ഞു കുഞ്ഞ പിഗ്മി ആയിട്ടുള്ള ആടും പശുവും കുതിരയും കഴുതിയും ഒക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ വേറെ എവിടെ ഇല്ലാത്തൊരു ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താ വെച്ചെങ്കിൽ, നമുക്ക് അവിടുത്തെ എല്ലാ മൃഗങ്ങൾക്കും ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒട്ടകത്തിന് കൊടുക്കാനായിട്ട് ക്യാരറ്റ്, അതുപോലെ തന്നെ കുതിരയ്ക്ക് കൊടുക്കാൻ വേണ്ടി പുല്ല്, ആടിന് കൊടുക്കാൻ പോപ്കോണ്, ഇതൊക്കെയാണ് അവർ നമുക്ക് തരുന്നത്. അതും നമുക്ക് അവര് ഫ്രീ ആയിട്ട് തന്നെയാണ് തരുന്നത്. ഇത് നമ്മൾ ഈ അവിടേക്ക് കയറാനുള്ള ടിക്കറ്റിന് പ്രൈസ് വരുന്നത് 150 രൂപയാണ്. എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള പൈത്തനെയും അതുപോലെ തന്നെ ഇഗ്വാനേനെയും പിന്നെന്താ ഒരു അണ്ണാൻകുട്ടി പോലത്തെ ഒരു സാധനം, അത് അങ്ങനെ എല്ലാത്തിനും നമുക്ക് മേത്തൊക്കെ വെക്കാം. അതൊന്നും നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണ്ട. വേറെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതൊക്കെ ഈ ഒരു 150 രൂപയിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഭയങ്കര കുറെ ഐറ്റംസ് ഒന്നും കാണാനില്ലെങ്കിലും അത്യാവശ്യത്തിന് കാണാനുള്ളതൊക്കെ ഉണ്ട്. ഒരു 1-2 മണിക്കൂറൊക്കെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും ചൂടുണ്ടായിരുന്ന സമയത്ത് പോലും, ഞങ്ങൾ പോയത് ഏതാണ്ട് ആ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നേ, ആ സമയത്ത് പോലും അതിന്റെ ഉള്ളിൽ നിറച്ച് മരങ്ങളും ഒക്കെ ആയ കാരണം കൊണ്ട് നമുക്ക് അത്ര ചൂടോ അല്ലെങ്കിൽ ഭയങ്കര പുഴുക്കോ അങ്ങനത്തെ ഒന്നും ഫീൽ ചെയ്തായിരുന്നില്ല. എന്തായാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം നല്ല എല്ലാ കുട്ടികളായാലും അതെ നല്ലോണം എൻജോയ് ചെയ്തു. അവിടെ പോയിട്ട് മൃഗങ്ങളെ തൊടാനും മറ്റുള്ളവർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ലല്ലോ. സാധാരണ ജസ്റ്റ് കാണുക പോരുക അങ്ങനെയുള്ള ഒരു ഇതല്ലേ. ഇവിടെ അങ്ങനെയൊന്നല്ല. പിള്ളേർക്ക് നല്ല